الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون كلا إذا بلغت التراقي وقيل من راق അല്ല, പ്രാണൻ തൊണ്ടക്കുഴിയിൽ എത്തുകയും മന്ത്രിക്കാൻ ആരുണ്ട് എന്ന് പറയപ്പെടുകയും وظن أنه الفراق والتفت الساق بالساق അത് തന്റെ വേർപാടാണെന്ന് അവൻ വിചാരിക്കുകയും കണങ്കാലും കണങ്കാലുമായി കൂടിപ്പിണയുകയും ചെയ്താൽ لا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق മരണവെപ്രാളത്തിൽ കിടന്നുകൊണ്ട് മരണം കണ്ടുമുട്ടുന്ന സമയത്ത്, മരണവുമായി മുഖാമുഖം നിൽക്കുന്ന സമയത്ത് മനുഷ്യന്മാരുടെ അവസ്ഥ, മനുഷ്യന്റെ തണ്ടൻ കാലുകൾ തമ്മിൽ കൂട്ടിപ്പിടയുന്നു, മനുഷ്യന്റെ തൊണ്ട വറ്റി വരുന്നു. ഒരു സമുദ്രത്തിലുള്ള ജലം കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്താലും തീരാത്ത ദാഹം മനുഷ്യനെ പിടിച്ചു വലിക്കുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാത്ത, ഭൗതിക സുഖങ്ങളിൽ മതിമറന്നു ജീവിച്ച ആ മനുഷ്യന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഇബ്ലീസുൽ ലഈൻ ഒരു പ്രത്യേക രൂപത്തിൽ വരുന്നു. ഒന്നുകിൽ മരിച്ചുപോയ പിതാവിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ മരിച്ചുപോയ മാതാവിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെ രൂപത്തിൽ ഇബ്ലീസ് വന്നിട്ട് പറയുന്നു, എടോ ഞാൻ നിന്റെ ഉപ്പയാണ്, ഞാൻ നിന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. ഇടഭാഗത്തും വലഭാഗത്തും നിന്നിട്ട് ഇബ്ലീസും അനുയായികളും പറയുന്നു, ഉമ്മയുടെ രൂപത്തിൽ പറയുന്നു, മോനെ യാ ബുനയ്യ ഇന്നഹു കാന ബത്നി ലക വിആ വഫീ ലക സഖാ വഫഖദി ലക മിആദാ. ഇബ്ലീസ് എന്നിട്ട് പറയുന്നു, മോനെ ഞാൻ നിന്റെ ഉമ്മയാണ്, ഞാനും നീയുമായിട്ടുള്ള ബന്ധം നിനക്കറിയില്ലേ, എന്റെ ഉദരത്തിൽ നീ എത്രയോ കാലം നീ താമസിച്ചില്ലേ, ലഊകാന ബത്വനീ ലക വിആ, എന്റെ ഉദരഭാഗം നിനക്ക് സുന്ദരമായി താമസിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തന്നില്ലേ, വഫദീ ലക സഖാ, എന്റെ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന സുന്ദരമായ മധുരമായ പാല് നീ കുടിച്ചില്ല മോനെ, എന്റെ മടിത്തട്ടിൽ കിടന്ന് എന്റെ മടിത്തട്ടിൽ കിടന്ന് നീ എത്രയോ ദിവസങ്ങൾ, നീ എത്രയോ മാസങ്ങൾ, നീ എത്രയോ കാലം അതിൽ കിടന്ന് നീ സുഖിച്ചുറങ്ങി, നീ വിശ്രമിച്ചില്ല മനുഷ്യ. അതുകൊണ്ട് മോനെ ഞാൻ ഇന്ന് ജൂതനായിരിക്കുന്നു, നീയും യഹൂദിയാകുക എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് ലഈൻ പറ്റിക്കുന്ന സമയത്ത് സഹോദരന്മാരെ, രക്ഷപ്പെടാൻ മുഅ്മിനീങ്ങൾക്കല്ലാതെ സാധ്യമല്ല, യഥാർത്ഥ വിശ്വാസികൾക്കല്ലാതെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ചവർക്കല്ലാതെ സാധ്യമല്ല. എങ്കിൽ ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നിറം നവീനവനാട്ടുവാൻ തുണയേകണം യാ റബ്ബനാ. ഇബ്ലീസ് വന്നിട്ട് വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കല്ലിന്റെ പാത്രം നീട്ടുന്നു. ദാഹിച്ചു വിവശനാകുന്ന മനുഷ്യന്റെ നാവിറങ്ങിപ്പോകുമ്പോൾ, വെള്ളത്തിന് വേണ്ടി അവൻ ആവശ്യപ്പെടുമ്പോൾ ഇബ്ലീസ് കൊണ്ടുവന്നിട്ട് കല്ല് കൊടുക്കുമ്പോൾ ആ കള്ളങ്ങാനും കുടിച്ചുപോയാൽ അവന്റെ ഈമാൻ
ഈമാൻ തെറ്റിപ്പോകും. അല്ലെങ്കിൽ അതുപോലെ ഇബ്ലീസ് നിന്നിട്ട് പറയുന്നേടോ, നിന്റെ ഈ മരണത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഒന്നുകിൽ നീ പറയുക ഉസൈർ നബി പടച്ച തമ്പുരാന്റെ മോനാണെന്ന് പറയുക, അതല്ലെങ്കിൽ ഈസാ നബി യേശുക്രിസ്തു അല്ലാഹുവിന്റെ മോനാണെന്ന് പറയുക. ഇത് രണ്ടിലേതെങ്കിലും നീ ഒന്ന് പറഞ്ഞാൽ നിന്നെ രക്ഷപ്പെടുത്താമെന്ന് ഇബ്ലീസ് വാഗ്ദാനം ചെയ്യുമ്പോൾ, സഹോദരന്മാരെ, ആ വാഗ്ദാനത്തിൽ പെട്ടുപോകാതിരിക്കാൻ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾക്ക് കഴിയൂ. മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ ജീവിതം ഈ ലോകത്ത് നിന്ന് അവസാനിക്കാറായി. അദ്ദേഹം മരിക്കാൻ പോവുകയാണ്. ആ മരണസമയത്ത് തന്റെ വീടിന്റെ, തന്റെ റൂമിന്റെ ചുറ്റുഭാഗത്തും തന്റെ ധാരാളം ശിക്ഷഗണങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ ശിക്ഷഗണങ്ങൾ ഉസ്താദിന്റെ രണ്ടു ഭാഗത്തും ഒരുമിച്ച് കൂടിയിരിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പ്രിയപ്പെട്ട ഉസ്താദിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉസ്താദ് വലത്തേക്ക് തലതിരിക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടതുവശത്തേക്ക് തലതിരിക്കുമ്പോൾ ആ ഭാഗത്തിരിക്കുന്ന കുട്ടികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കും. പക്ഷേ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ലാ അഖൂലു ഹക്കദാ, ഞാൻ അപ്രകാരം പറയില്ല. സുബ്ഹാനല്ലാഹ്. പ്രഗൽഭനായ അയിമ്മത്തിന്റെ ഇമാമായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ലാ അഖൂലു ഹക്കദാ, ഞാൻ അപ്രകാരം പറയില്ല. കുട്ടികൾക്കാകെ ബേജാറായി. പടച്ചവനെ, എന്താണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നത്? ഇടത്തേക്ക് തലതിരിക്കുമ്പോൾ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അല്പസമയം കഴിഞ്ഞ് കുട്ടികൾ ചോദിച്ചു, വന്നരായ ഉസ്താദ് അവറുകളെ, നിങ്ങൾ എന്താണ് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ലാ അഖൂലു ഹക്കദാ, ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറയാൻ കാരണം? ആ സമയത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ രണ്ട് ഭാഗത്തും പിശാച് വന്നിട്ടുണ്ട്. ഇബ്ലീസ് എന്നോട് പറയുന്നു ഉസൈർ നബി അല്ലാഹുവിന്റെ മോനാണെന്ന് പറയൂ. അവനോടാണ് ഞാൻ മറുപടി പറയുന്നത് യാ ഹമഖേ ലാ അഖൂലു ഹക്കദാ, ഞാൻ അപ്രകാരം പറയില്ല. കാരണം കാഫറായി ചത്തുപോകും. ഉസൈർ നബി അല്ലാഹുവിന്റെ മോനാണെന്ന യഹൂദിവാദം പറഞ്ഞാൽ ചത്തുപോകും. ഈസാ നബി അല്ലാഹുവിന്റെ മോനാണെന്ന ക്രൈസ്തീയവാദം ഉന്നയിച്ചാലും കാഫറായിട്ട് ചത്തുപോകും. ഇബ്ലീസിന്റെ ലക്ഷ്യവും അതുതന്നെയാണ്. ഈ ലക്ഷ്യത്തിൽ നിന്ന് മോചനം കിട്ടാൻ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على طاعتك. പടച്ചതമ്പുരാനെ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, സബ്ബിത്ത് ഖൽബി അലാ ത്വാഅതിക, നിന്റെ ഇബാദത്തിൽ, നിന്റെ ആരാധനയിൽ, നിന്റെ ഓർമ്മയിൽ നിന്റെ ഹൃദയം നീ നിലനിർത്തണം തമ്പുരാനെ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക തുക്ഫിറു അൻ തദ്ഉ ബിഹാദ ദുആ, തങ്ങൾ ഈ ദുആ ഇങ്ങനെ പെരുപ്പിക്കാറുണ്ടല്ലോ, എന്തിനാണ് ഇങ്ങനെ ഈ ദുആ തങ്ങൾ പെരുപ്പിക്കുന്നത്? ഫഹൽ തഖ്ശാ, തങ്ങൾക്ക് ഭയമുണ്ടോ? തങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന പേടി തങ്ങൾക്കുണ്ടോ നബിയെ? ആ സമയത്ത് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, വമാ യഗ്മനുനി യാ ആയിഷാ, ഞാൻ എങ്ങനെയാണ് ആയിഷ നിർഭയമാകുന്നത്? വഖുലൂബുൽ ഇബാദി ബൈന ഇസ്ബഅൈനി മിൻ അസാബിൽ ജബ്ബാർ,